നമ്മളുടെ ഒരു ഡേ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻഡ് അല്ലാത്ത കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. നമ്മളുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട്, ചിലതൊക്കെ ആക്സിഡന്റൽ ആയിട്ടുണ്ടാകുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് ഏതൊക്കെയാണ്, അതിലെ ഡിവിഷൻസ് ഏതൊക്കെയാണ് വരുന്നത്, അതിലെ ഓരോന്നിലെയും പാർട്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിലുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റണ്ണിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാക്കിംഗ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ഏത് പാർട്ടായിരിക്കും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രെയിനിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഓരോ പാർട്സും അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇപ്പൊ നമുക്ക് ഹോമിയോസ്റ്റാസിന് വേണ്ടിയിട്ട് എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. നമ്മളുടെ തിങ്കിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട്, ഇമാജിനേഷന് വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻസിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ പാർട്സ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പക്ഷെ അവിടെയൊന്നും നമ്മൾ ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റണ്ണിങ്, വാക്കിങ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് ഏത് പാർട്ടാണ് ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തരുന്ന കുറെ അറിവുകളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നും, അതുപോലെ തന്നെ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ, അതുപോലെ ഈ റിഫ്ലെക്സ് ആക്ഷന്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സെഷന്റെ എൻഡിലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ചെറിയ പോർഷന്റെ ഒരു റീക്യാപ്പ് പോലെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. അതിനകത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബ്രെയിൻ എന്താണ്, ബ്രെയിന്റെ പാർട്സ് ഏതൊക്കെയാണ്, ഈ പറയുന്ന പാർട്സ് എന്തിനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അടുത്ത ഒരു പാർട്ടാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്പൈനൽ കോഡാണ് മുന്നേ ടീച്ചർ മെൻഷൻ ചെയ്ത നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന മൂവ്മെന്റ്സ്, അതായത് വാക്കിംഗ്, റണ്ണിങ് തുടങ്ങിയ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്പൈനൽ കോഡ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് സ്പൈനൽ കോഡ്, ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായിരിക്കും അല്ലെ. അപ്പോ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഇമേജ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഈ ഒരു ഇമേജ് ആണ് നമ്മുടെ സ്പൈനൽ കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബ്രെയിനിൽ നിന്നും എന്താണ് കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ബ്രെയിനിൽ നിന്നും എന്നതിന് പകരം നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും, മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഏത് പോർഷൻ ആയിരിക്കും ശരിക്കും നമ്മുടെ സ്പൈനൽ കോഡ്? ഈ ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള റീജിയണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പൈനൽ കോഡ് എന്താണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ കണ്ടിന്യൂവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ അറിയാം, ഏതോ ഒരു സ്ട്രക്ചറിൽ കവേർഡ് ആണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് അല്ലെ. അതായത് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ വേർട്ടിബ്രൽ കോളം കവർ ചെയ്ത്, അല്ലെങ്കിൽ വേർട്ടിബ്രൽ കോളത്തിന്റെ ഇൻസൈഡിലായിട്ടായിരിക്കും ആര് കാണപ്പെടുന്നത്, നമ്മുടെ സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്പൈനൽ കോഡിന്റെ പ്രത്യേകത എന്താണ്?
നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സ്പൈനൽ കോഡിന്റെ ഒരു ഫംഗ്ഷൻ. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ ആണ്, നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും എന്ത് ചെയ്യണം, നമ്മളുടെ ബ്രെയിനിൽ എത്തിയെങ്കിൽ മാത്രമേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവിടെ വരത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ബോഡിയിൽ നിന്നുണ്ടാവുന്ന ഇമ്പൾസസിനെ കറക്റ്റ് ആയിട്ട് ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന ഇമ്പൾസസിനെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്പൈനൽ കോഡ് ത്രൂ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. അപ്പൊ ഈ സ്പൈനൽ കോഡ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന സ്പൈനൽ കോഡും നമ്മുടെ ബ്രെയിനിനെ പോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു പോർഷൻ ആണ് അല്ലെ. അതായത് ഈ പറഞ്ഞ സ്പൈനൽ കോഡും ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പം എങ്ങനെയായിരിക്കും നമ്മുടെ സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും ഈ സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ബ്രെയിൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് സ്കൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഈ പറയുന്ന സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും ഇതുപോലെ ഒരു സ്ട്രക്ചർ നമ്മളുടെ സ്പൈനൽ കോഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ടീച്ചർ ഇവിടെ പറഞ്ഞായിരുന്നു. അതാണ് നമ്മളുടെ വേർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. നമ്മളുടെ വേർട്ടിബ്രൽ കോളം. ഈ വേർട്ടിബ്രൽ കോളം ആണ് നമ്മളുടെ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മളുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഒരു റീജിയൻ ആണ് നമ്മളുടെ വേർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ഈ വേർട്ടിബ്രൽ കോളത്തിന് അകത്തായിട്ടാണ് നമ്മളുടെ സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്. അപ്പൊ ഈ വേർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് ശരിക്കും ആരുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്? നമ്മളുടെ സ്പൈനൽ കോഡിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, വേർട്ടിബ്രൽ കോളം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ ബ്രെയിനിന്റെ കേസിലും നമ്മൾ പറഞ്ഞായിരുന്നു, അവിടെ ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട് എന്ന്. ആ ഒരു മെംബ്രെയിൻ ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതാണ് നമ്മുടെ മെനിഞ്ചസ്. ഓക്കെ, ഈ മെനിഞ്ചസും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനും. മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെയർ നമ്മുടെ സ്പൈനൽ കോഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കും. ഈ മെനിഞ്ചസും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ? സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ബ്രെയിനിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന് പറയുന്ന പേരെന്തായിരുന്നു? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും നമ്മളുടെ സ്പൈനൽ കോഡിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മളിപ്പോ പഠിക്കും. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അവിടെ ഒരു സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ സെൻട്രൽ കനാൽ റീജിയനിൽ ഈ പറയുന്ന നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രസന്റ് ആണ്. അപ്പൊ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്പൈനൽ കോഡിന്റെ എന്തിനു വേണ്ടിയിട്ട്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേജർ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ വേർട്ടിബ്രൽ കോളം, അതുപോലെ തന്നെ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അതുകൂടാതെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും ഈ പറയുന്ന സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതാണ് നമ്മളുടെ സ്പൈനൽ കോഡ്. അപ്പൊ നമ്മൾ ഇന്റേണലി നമ്മൾ ആ ഒരു സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ സ്പൈനൽ കോഡ് നമ്മളുടെ വേർട്ടിബ്രൽ കോളത്തിന്റെ അകത്തായിട്ട് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. നമ്മൾ ഇന്റേണലി ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയനെയാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പൈനൽ കോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു റീജിയൺ ആണ് അല്ലെ. അതായത് അതിന്റെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു റീജിയൺ ആണ്. അതിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഔട്ട്സൈഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. അപ്പൊ ഈ ഒരു പോർഷനെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഔട്ട്സൈഡിൽ കാണപ്പെടുന്ന ഈ ഒരു പോർഷനെയാണ്, അതായത് ഈ ഒരു വൈറ്റ് കളേർഡ് ആയിട്ട് കാണപ്പെടുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത്.
അതുപോലെ അതിന്റെ ഇൻസൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്രേ കളേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൂടി നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് കളറാണ്? ഒരു ഗ്രേ കളേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് അതിനുള്ളത് കൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസൈഡിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ. സ്ട്രക്ചർ അല്ല, ശരിക്കും ഇതിന്റെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ എന്നും, സ്പൈനൽ കോഡിന്റെ ഔട്ട്സൈഡിലുള്ള പോർഷനെ വൈറ്റ് മാറ്റർ എന്നും, ഇൻസൈഡിലുള്ള പോർഷനെ ഗ്രേ മാറ്റർ എന്നുമായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു സെൻട്രൽ റീജിയണിൽ നമുക്കൊരു പോർഷൻ, നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ കനാൽ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഈ സെൻട്രൽ കനാൽ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഇവിടെയാണ് നമ്മളുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നോക്കുമ്പോൾ മറ്റൊരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ സ്പൈനൽ കോഡിലേക്ക് എന്താണ്, 2 ബ്രാഞ്ചസ് വരുന്നുണ്ടല്ലേ? ഈ ഒരു ബ്രാഞ്ചും അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ചും വരുന്നുണ്ട്. അപ്പൊ ഈ 2 ബ്രാഞ്ചസും 2 സൈഡിലും ഓരോന്ന് വീതം നമുക്ക് കാണാൻ പറ്റും. അതില് ഈ ടോപ്പിൽ കാണപ്പെടുന്ന, അതായത് ഈ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ ഡോഴ്സൽ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡോഴ്സൽ റൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ ലോവർ റീജിയനിൽ കാണപ്പെടുന്ന ഈ ഒരു പോർഷനെ നമ്മൾ വെൻട്രൽ റൂട്ട് എന്നും പറയുന്നു. എന്താണ്? വെൻട്രൽ റൂട്ട് എന്നും പറയുന്നു. ഓക്കെ, ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഓക്കെ, ഈ പറയുന്ന ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചെയ്യുന്ന ഫംഗ്ഷൻ ഒന്നായിരിക്കുമോ? ഒരിക്കലുമല്ല, അല്ലെ? നമ്മളുടെ ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഡോഴ്സൽ റൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? അപ്പോ ഡോഴ്സൽ റൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ സിമ്പിൾ ആണ്. നമുക്കറിയാം, നമ്മുടെ സെൻസറി ന്യൂറോൺസ് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ഇമ്പൾസസിനെ നമ്മളുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ആര് വഴിയായിരിക്കും? നമ്മുടെ ഡോഴ്സൽ റൂട്ട് വഴിയായിരിക്കും. അതായത് നമ്മളുടെ സെൻസറി ഇമ്പൾസസിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ആരാണ്? ഡോഴ്സൽ റൂട്ടാണ്. അപ്പൊ ഇങ്ങനെ വന്ന ഇമ്പൾസസിനെ എന്ത് സംഭവിക്കും? ആ ഒരു ഇമ്പൾസസ് നമ്മളുടെ സ്പൈനൽ കോഡിൽ വന്ന് അവിടെ എന്ത് ചെയ്യും? അവിടെ ചെറിയ കാൽക്കുലേഷൻസും, ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് നമ്മളുടെ ബോഡിയിൽ നടന്നത്. അപ്പം ഇന്ന റെസ്പോൺസ്, അതായത് വന്ന ആ ഒരു സെൻസറി ഇമ്പൾസസിന് അനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആരവിടെ ഉണ്ടാക്കും? നമ്മുടെ സ്പൈനൽ കോഡ് ഒന്ന് റീകളക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടായ റെസ്പോൺസ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ ആ ഒരു ഇമ്പൾസസിനെ തിരിച്ച് നമ്മളുടെ ബോഡിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ മോട്ടോർ ന്യൂറോൺസിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ വെൻട്രൽ റൂട്ട് വഴിയായിരിക്കും. ഓക്കെ, അപ്പൊ വെൻട്രൽ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്പൈനൽ കോഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പൾസസിനനുസരിച്ചുള്ള റെസ്പോൺസിനെ നമ്മളുടെ മോട്ടോർ ന്യൂറോൺസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിനെയാണ് നമ്മൾ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സ്പൈനൽ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്പൈനൽ നെർവ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ ഡോഴ്സൽ റൂട്ടും നമ്മുടെ സ്പൈനൽ കോഡിൽ കാണപ്പെടുന്ന ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സ്പൈനൽ നെർവ്സ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഏകദേശം 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. ഏകദേശം 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് നമ്മളുടെ ബോഡിയിൽ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സ്പൈനൽ നെർവ്സ് ഫോം ചെയ്യുന്നത്. അപ്പോ ഇത്രയാണ് സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് അതിലുള്ളത്? വൈറ്റ് മാറ്റർ ഉണ്ട്, ഗ്രേ മാറ്റർ ഉണ്ട്. ഔട്ട്സൈഡിനെ വൈറ്റ് മാറ്റർ എന്നും ഇൻസൈഡ് പോർഷനെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. അതുപോലെ സെൻസറി ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ഡോഴ്സൽ റൂട്ടും, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിൽ ഉണ്ടായ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഇമ്പൾസസിന് അനുസരിച്ചുള്ള റെസ്പോൺസിനെ മോട്ടോർ ന്യൂറോൺസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ വെൻട്രൽ റൂട്ടും ഡോഴ്സൽ റൂട്ടും കൂടി ചേർന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ സ്പൈനൽ നെർവ് എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് അടുത്തത്. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ബോഡിയിലെ എന്താണ്
റണ്ണിങ്, വോക്കിംഗ് അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ്സുകളുണ്ട്. ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ആര് വഴി മാത്രമായിരിക്കും? നമ്മുടെ സ്പൈനൽ കോഡ് ത്രൂ മാത്രമായിരിക്കും നമ്മുടെ ബ്രെയിനിലേക്ക് ഈ ഇമ്പൾസസ് എത്തുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസിനെ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നതും ആര് ത്രൂ ആയിരിക്കും? ഈ പറയുന്ന സ്പൈനൽ കോഡ് ത്രൂ മാത്രമായിരിക്കും നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്, അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് പോകാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത്. അപ്പൊ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഇൻസൈഡിലായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ആര് കാണപ്പെടുന്നത്? സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെ കവർ ചെയ്ത് നമ്മളുടെ മെനിഞ്ചസ് ഉണ്ടായിരിക്കും. അതുപോലെ സെൻട്രൽ കനാലിൽ ആരുണ്ട്? നമ്മളുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. അപ്പം ഇത് വെർട്ടിബ്രൽ കോളവും അതുപോലെ തന്നെ ഈ മെനിഞ്ചസും നമ്മളുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ഒക്കെ നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വൈറ്റ് മാറ്റർ എന്താണ്, ഗ്രേ മാറ്റർ എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് നമ്മളുടെ ഈ പറഞ്ഞ സ്പൈനൽ കോഡിന്റെ ഔട്ട്സൈഡിനെ പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ, ഇൻസൈഡിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ സ്പൈനൽ നെർവ്സ് ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമുക്കറിയാം നമ്മളുടെ സ്പൈനൽ കോഡിൽ എന്തൊക്കെയുണ്ട്? ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും ഉണ്ട്. ഈ പറയുന്ന ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ആര് ഫോം ചെയ്തേക്കുന്നത്? നമ്മുടെ സ്പൈനൽ നെർവ്സ് ഫോം ചെയ്തേക്കുന്നത്. ഏകദേശം 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് നമുക്ക് ഉള്ളത്. അതിന്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ഇമേജ് നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്നൊന്ന് പറയണം. അതായത് ഈ ഒരു ഇമേജിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്ന എന്താണ്? ഒരു കാക്ടസ് പ്ലാന്റ് അല്ലെ? ഈ കാക്ടസ് പ്ലാന്റിൽ നമ്മൾ അറിയാതെ പോയി ടച്ച് ചെയ്യുന്നു, നമ്മുടെ ഫിംഗേഴ്സ് പോയി ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? കോമൺ ആയിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തായിരിക്കും ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മളുടെ കൈ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും അല്ലെ? അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ റെസ്പോൺസ്. നമ്മളുടെ കൈ പോയി ആ ഒരു മുള്ളിലേക്ക് തൊട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? നമ്മുടെ ഹാൻഡ് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും അല്ലെ? നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലെ? എന്താണ്? നമ്മൾ കൈ ടച്ച് ചെയ്യുന്നു, കൈ പെട്ടെന്ന് പുറകിലേക്ക് വലിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താണ്? വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവം. പക്ഷെ ഇങ്ങനെ ഒരു റെസ്പോൺസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകണമെങ്കിൽ എത്രമാത്രം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇൻസൈഡ് അവർ ബോഡി നടക്കുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് ആണ് ഈ പറയുന്ന ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ, ഈ ഒരു കണ്ടീഷനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിഡന്റൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ ഒരിക്കലും എന്താണ് ഓക്കെ ഇന്നിപ്പം ഞാൻ മുള്ളിൽ തൊടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും പോകുന്നതല്ല. പകരം എന്താണ്? ഇത് ആക്സിഡന്റലി നമുക്ക് എന്താണ് തൊട്ട് നോക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പോയി കുഞ്ഞു പിള്ളേരൊക്കെ തീയിൽ തൊട്ട് നോക്കുന്നു. അതൊന്നും അവർക്ക് ചെയ്യണം അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയി ചെയ്യുന്ന കാര്യമല്ല. ആ ഒരു കളറൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. ഇതിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി കുഞ്ഞുകുട്ടികൾ പോയി തൊടും. തൊട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പൊള്ളിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കിടന്ന് കാറാനായിട്ട് തുടങ്ങും അല്ലെ? കരയാൻ തുടങ്ങും അല്ലെ? ഇതാണ് ശരിക്കും എന്താണ്? ഇതൊരു ആക്സിഡന്റൽ ആയിട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരിക്കലും ഇതുവഴി ഉണ്ടാകുന്ന റെസ്പോൺസിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരു മുള്ളു കൊണ്ടിട്ട് നമ്മൾ കൈ വലിക്കുന്നു. ആ കൈ വലിക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെന്താണ്? ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ഇൻവോളണ്ടറി ആയിട്ട് ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനെ അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് അല്ലെങ്കിൽ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. സഡൻ ആയിട്ടുണ്ടാകുന്ന ഒരു ആക്ടിവിറ്റീസിനോട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോട് എന്താണ്? സഡൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിഡന്റൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു മൂവ്മെന്റുമായിരിക്കും നടക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ്, ഇവിടെ സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന നമ്മുടെ കാക്ടസ് പ്ലാന്റ്സിന്റെ
എന്താണ് മുള്ളാണ്. അപ്പൊ ഈ പറയുന്ന സ്റ്റിമുലസ് വന്ന് നമ്മുടെ കയ്യിൽ നമ്മൾ പോയി കൈ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് വിഡ്രോ ചെയ്തു, ഹാൻഡ് വിഡ്രോ ചെയ്തു. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ഹാൻഡ് വിഡ്രോ ചെയ്യുന്നതിന് മുൻപ് കുറെ ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു റെസ്പോൺസ് അവിടെ കാണുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു കാക്ടസ് പ്ലാന്റിൽ കൊണ്ടുപോയി കൈവയ്ക്കുന്നു. കൈവച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കവിടെ നമ്മുടെ കൈയുടെ ടിപ്പില് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ്, സെൻസറി റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന സെൻസറി റിസപ്റ്റേഴ്സ് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ഇപ്പം എന്റെ കയ്യിൽ എന്താണ് ഒരു മുള്ളു കൊണ്ടിട്ടുണ്ട്, അപ്പൊ ഈ മുള്ളു കൊണ്ടു എന്നുള്ള ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു സെൻസ് ആ റിസപ്റ്റേഴ്സിന് അവിടെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ സെൻസറി ന്യൂറോൺസ് ഉണ്ട്. അതായത് നമ്മൾ റിസപ്റ്റേഴ്സിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ സെൻസറി ന്യൂറോൺസ് ഉണ്ടായിരിക്കും. ആ സെൻസറി ന്യൂറോൺസ് എന്ത് ചെയ്യും? ഈ ഒരു ഇമ്പൽസിനെ എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? നമ്മുടെ സ്പൈനൽ കോഡിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മുടെ സ്പൈനൽ കോഡിൽ ചെന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ സ്പൈനൽ കോഡിൽ നമ്മുടെ ഇമ്പൾസ് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. അതായത് ഇത്ര ഇന്റൻസിറ്റിയിലാണ് ഇത് കൊണ്ടിരിക്കുന്നത്, അപ്പം ഇത്ര രീതിയിലുള്ള റെസ്പോൺസ് വേണം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം കൈ എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്യണം. അപ്പം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റിമുലസിന് അനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആരവിടെ ക്രിയേറ്റ് ചെയ്യുന്നു? നമ്മുടെ സ്പൈനൽ കോഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ സ്പൈനൽ കോഡിൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത ആ ഒരു റെസ്പോൺസ് നമ്മളുടെ എവിടെ എത്തണം? റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി പാർട്ടിൽ എത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ഇമ്പൾസിനെ എന്ത് ചെയ്യും? നമ്മുടെ മോട്ടോർ ന്യൂറോൺ വഴി എങ്ങോട്ടേക്ക് എത്തിക്കും? നമ്മളുടെ ഈ ഹാൻഡ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മസിൽസ് അവിടെ ആക്ട് ചെയ്യണം, അല്ലെ? അപ്പൊ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസിലേക്ക് എത്തിക്കുകയും ആ റിലേറ്റഡ് മസിൽസിൽ ഈ പറയുന്ന നമ്മളുടെ സ്പൈനൽ കോഡിൽ നിന്നും മോട്ടോർ ന്യൂറോൺ വഴി വരുന്ന ഇമ്പൾസസ് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കണം എന്നുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിനുശേഷമാണ് നമ്മൾ ഹാൻഡ് അവിടുന്ന് വിഡ്രോ ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പം ഇത്രയും സ്ലോ ആയിട്ട് പറഞ്ഞ പ്രോസസ്സ് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ കയ്യിൽ മുള്ളുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാൻഡ് വിഡ്രോ ചെയ്യുന്നത്. ആ സെക്കൻഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഹാൻഡ് നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അപ്പൊ അത്രമാത്രം ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളുടെ ബോഡിയുടെ ഇൻസൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പം ഓൾറെഡി എടുത്ത എക്സാമ്പിൾ തന്നെയാണ് ഇതിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ കാക്ടസ് പ്ലാന്റിന്റെ മുള്ളില് നമ്മൾ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കറിയാം നമ്മളുടെ ഹാൻഡിന്റെ ടിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സിന്റെ ഒക്കെ ടിപ്പിലായിട്ട് പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ്, സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ സെൻസറി റിസപ്റ്റേഴ്സ് നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു പെയിനിനെ എന്ത് ചെയ്യും? സെൻസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ സെൻസറി റിസപ്റ്റേഴ്സ് സെൻസറി ന്യൂറോൺസ് വഴി എന്ത് ചെയ്യും? നമ്മളുടെ ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഇമ്പൽസിനെ എങ്ങോട്ടേക്ക് എത്തിക്കും? നമ്മളുടെ ഡോഴ്സൽ റൂട്ട് വഴി എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നു. ഈ സ്പൈനൽ കോഡിൽ എത്തിച്ചു കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളുടെ സെൻസറി ന്യൂറോണിനെയും അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേ ന്യൂറോൺ അല്ലെങ്കിൽ ഒരു ഇന്റർ ന്യൂറോൺ അവിടെ പ്രസന്റ് ആണ്. അതാണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്ന ഇന്റർ ന്യൂറോൺ. ഈ ഇന്റർ ന്യൂറോണിൽ വെച്ചിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന നമ്മുടെ സെൻസറി ന്യൂറോൺ വഴി വന്ന ഇമ്പൾസസിനെ എന്ത് ചെയ്യും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇന്ന സ്റ്റിമുലസ് ആണ് വന്നിരിക്കുന്നത്, ഈ ഭാഗത്താണ് ഈ ഒരു സ്റ്റിമുലസ് ആക്ട് ചെയ്തേക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇമ്പൾസിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആര് ക്രിയേറ്റ് ചെയ്യും? നമ്മുടെ ഇന്റർ ന്യൂറോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഇമ്പൾസസിനെ എങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യും? നമ്മളുടെ വെൻട്രൽ റൂട്ട് വഴി എങ്ങോട്ടേക്ക്? നമ്മുടെ മോട്ടോർ ന്യൂറോണിലൂടെ എങ്ങോട്ടേക്ക് എത്തിക്കും? നമ്മുടെ ഹാൻഡ് ആണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളുടെ ഹാൻഡിൽ തന്നെയുള്ള മസിൽസിലാണ് ഈ പറയുന്ന ഇമ്പൾസസ് ചെല്ലേണ്ടത്, അല്ലെ? അപ്പൊ നമ്മളുടെ മോട്ടോർ ന്യൂറോൺ എങ്ങോട്ടേക്ക് ഈ പറയുന്ന ഇമ്പൾസസിനെ എത്തിക്കും? നമ്മളുടെ കൈകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിലുള്ള മസിൽസിലേക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന ഇമ്പൾസസിനെ എത്തിക്കുകയും
ഈ പറയുന്ന മസിൽസിൽ ഈ പറയുന്ന ഇമ്പൾസ് ആക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടായിരിക്കും ഫൈനലി നമ്മൾ ഈ പറയുന്ന ഒരു റെസ്പോൺസ്, അതല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വിഡ്രോ ചെയ്യുക എന്ന് പറയുന്ന റെസ്പോൺസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ആക്സിഡന്റൽ ആയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസുകളെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിഫ്ലെക്സ് ആക്ഷൻ എന്താണ്? ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് എ സ്റ്റിമുലി. അതായത് ഒരു സ്റ്റിമുലയ്ക്ക് അനുസരിച്ച്, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മള് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കുകയാണ്. ആ ഒരു റെസ്പോൺസിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലെക്സ് ആക്ഷൻ എന്താണ്? ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് എ സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലൈക്ക് അനുസരിച്ച് ഒരു ആക്സിഡന്റൽ ആയിട്ട്, നമുക്ക് ആക്സിഡന്റൽ ആയിട്ടായിരിക്കും ആ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഇൻവോളണ്ടറി റെസ്പോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കത്തില്ല. നമുക്കറിയാം, നമ്മളൊരു ബുക്കിലെ ഒരു കാര്യം എഴുതുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, അതൊക്കെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. കാരണം ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമല്ല. പകരം നമുക്ക് ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കത്തില്ല ഇവിടെ ഒക്വർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ പറഞ്ഞ റിഫ്ലെക്സ് ആക്ഷന്റെ ആക്ടിവിറ്റീസ് എല്ലാം കൂടി ഒരു പാത്വേ പോലെയാണ് നടക്കുന്നത്, അല്ലെ? ഒരു ഓർഡറിലാണ് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു പാത്വേനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷനിൽ ഇമ്പൾസസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ആ ഒരു പാത്വേനെ പറയുന്ന പേരാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് പറയാം. ഒരു സ്റ്റിമുലസ്, ഇവിടെ സ്റ്റിമുലസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ക്യാൻഡിൽ ലൈറ്റ്, അതിൽ പോയി നമ്മൾ ടച്ച് ചെയ്യുന്നു, അതാണ് അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട്. ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്യാൻഡിൽ ലൈറ്റിൽ പോയിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മളുടെ ആ ഒരു ഫിംഗറിൽ എന്തായിരിക്കും? റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ റിസപ്റ്റേഴ്സ് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റിമുലസിനനുസരിച്ചുള്ള എന്ത് ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ജനറേറ്റ് ചെയ്ത ഇമ്പൾസസ് ഏതുവഴിയായിരിക്കും? നമ്മളുടെ സെൻസറി ന്യൂറോൺസ് വഴി എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഈ ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ പറ്റും, ഈ സ്പൈനൽ കോഡിലേക്ക് നമ്മളുടെ ആര് പോവുകയാണ്? നമ്മളുടെ ഈ ജനറേറ്റ് ചെയ്ത ഇമ്പൾസസ് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഇന്റർ ന്യൂറോൺസ് നമ്മളുടെ സെൻസറി ഇമ്പൾസസിന് അക്കോർഡിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് എന്ത് ചെയ്യും? അവിടെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത റെസ്പോൺസിനെ ആര് ക്യാരി ചെയ്യുന്നു? നമ്മുടെ മോട്ടോർ ന്യൂറോൺസ് ക്യാരി ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ഈ റിലേറ്റഡ് മസിൽസിൽ എന്ത് സംഭവിക്കും? സെർട്ടൈൻ ആക്ഷൻ, ഈ പറയുന്ന ഇമ്പൾസസ് വന്നതിന്റെ ഭാഗമായിട്ട് ചില ആക്ഷൻസ് ഉണ്ടാകും. ആ ആക്ഷന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഹാൻഡ് ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ലൈറ്റിൽ നിന്നും എന്ത് ചെയ്യും? നമ്മൾ വിഡ്രോ ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റിഫ്ലെക്സ് ആക്ഷനിലെ ഇമ്പൾസസിന്റെ ആ ഒരു പാത്വേനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള റിഫ്ലെക്സ് ആക്ഷനുകളുടെ ഒരു സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. പക്ഷെ എല്ലാ റിഫ്ലെക്സ് ആക്ഷനുകളെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് ആയിരിക്കുമോ? അല്ല. കാരണം ചില റിഫ്ലെക്സ് ആക്ഷനുകളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനിലെ സെറിബ്രം എന്ന് പറയുന്ന പാർട്ടാണ്. നമുക്കറിയാം, ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ആര്? സെറിബ്രം എന്ന് പറയുന്നത്. ഈ പറയുന്ന സെറിബ്രം ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ചില റിഫ്ലെക്സ് ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ സെറിബ്രം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ഒരു സൺലൈറ്റ് അടിക്കുന്നു. അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ ഐലിഡ്സ് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ക്ലോസ് ചെയ്യും. കാരണം അത്രയും ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് ആണ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണ് ക്ലോസ് ചെയ്യും, അല്ലെ? നമ്മുടെ ഐസ് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ ഇതൊരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് അല്ല. ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രം ആണ്. ഇത്തരത്തിലുള്ള
റിഫ്ലെക്സുകളെയാണ് നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? സെറിബ്രം ആയിരിക്കും ഈ പറയുന്ന റിഫ്ലെക്സ് ആക്ഷനുകളെ എന്ത് ചെയ്യുന്നത്? കൺട്രോള് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു റിഫ്ലെക്സ് ആക്ഷനുകളുടെ സെന്റർ എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് ആണ്. പക്ഷെ എല്ലാ റിഫ്ലെക്സ് ആക്ഷനുകളും ഒരിക്കലും എന്താണ്, അല്ലെങ്കിൽ എല്ലാ റിഫ്ലെക്സുകളും ആരുടെ കൺട്രോളിൽ ആയിരിക്കത്തില്ല? നമ്മുടെ സ്പൈനൽ കോഡിന്റെ കൺട്രോളിൽ ആയിരിക്കത്തില്ല. അപ്പം അത് കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ ബ്രെയിനിലെ സെറിബ്രം എന്ന് പറയുന്ന റീജിയൻ ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള റിഫ്ലെക്സുകളെ നമ്മൾ പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലെക്സുകൾ എന്ന് പറയുന്നത്. പക്ഷേ ചില കണ്ടീഷൻസിൽ, അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഈ പറയുന്ന റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സിനോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിലായിരിക്കണം എന്നില്ല, അല്ലെ? ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പറയാറുണ്ട്, വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും എന്താണ് കുടിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പ്രൊഹിബിറ്റഡ് ആണ്. നമ്മളുടെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പ്രൊഹിബിറ്റഡ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ആക്ഷൻ നമ്മളുടെ ലോസും ഒക്കെ എടുത്തേക്കുന്നത്? അതായത് ഡ്രൈവ് ചെയ്യുമ്പം ഡ്രിങ്ക് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യരുത് എന്നുള്ള ഒരു ലോ കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അപ്പോ എല്ലാ സമയത്തും ഈ പറയുന്ന റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സുകളെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അസസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയാമോ? അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ആൽക്കഹോള് ഡ്രിങ്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തതിന് ശേഷം ഡ്രൈവ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലെക്സിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കത്തില്ല നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് തരുന്നത്. അത് എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലോ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആൽക്കഹോൾ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ നമ്മളുടെ ബ്രെയിനിൽ ഒരുപാട് തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അത്തരത്തിലൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ എന്ന് പറയുന്നത്. ഗാബ എന്ന് വെച്ച് കഴിഞ്ഞാല് GABA. ഗാബ എന്ന് പറയുന്നത് ഗാമ അമിനോ ബ്യൂട്ടാറിക് ആസിഡ്. ഇതാണ് ഗാമയുടെ ഫുൾ ഫോം. ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ഗാബ ഒരുപാട് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ ബ്രെയിന് റിലീസ് ചെയ്യും. ഇങ്ങനെ നമ്മളുടെ ബ്രെയിന് ഒരുപാട് ഗാബ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബ്രെയിനിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താവും, ലോവർ ചെയ്യും അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിഫ്ലെക്സിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റിഫ്ലെക്സിന് അനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്ക് പറ്റാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ആക്സിഡന്റ്സും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ആക്സിഡന്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് അത് കാരണമാകും. അതുകൊണ്ടാണ് ഈ പറയുന്ന ആൽക്കഹോൾ കൺസ്യൂം ചെയ്തതിനു ശേഷം ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഗാബ എന്ന് പറഞ്ഞ എന്താണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എന്താണ് ആക്ടിവിറ്റി കൂട്ടും, അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ആ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അങ്ങനെ ഹയർ ഡോസ് ആയി കഴിയുമ്പോഴേക്കും അത് ബ്രെയിനിന്റെ ആക്ടിവിറ്റിനെ റിട്ടാർഡ് ചെയ്യിപ്പിക്കുകയും അതുവഴി റിഫ്ലെക്സ് ആക്ഷനെ എന്ത് ചെയ്യും, വീക്കൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് വീക്കൻ ചെയ്യിപ്പിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റാതെയും വരും. അപ്പം ഇതാണ് എന്താണ് ആൽക്കഹോളും നമ്മുടെ റിഫ്ലെക്സ് ആക്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻ. അതുകൊണ്ട് എന്താണ് നമ്മളുടെ ആരുടെയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളോ ഒക്കെ ആൽക്കഹോള് കൺസ്യൂം ചെയ്തതിനു ശേഷം ഡ്രൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്താണ്, ഓരോ ജീവനും അത്രയും എന്താണ് വിലപ്പെട്ടതാണ്. അപ്പോ ഇത്രയുമാണ് നമ്മളുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്താണ്, റിഫ്ലെക്സ് ആക്ഷന്റെ പാത്വേസ് എന്താണ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻസ് എന്താണ്, സ്പൈനൽ കോഡ് എങ്ങനെയാണ് റിഫ്ലെക്സ് ആക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതോടുകൂടി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ട് ഇവിടെ കഴിയുകയാണ്. അപ്പൊ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്, അതിന്റെ പാർട്സ് ഏതൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മളിപ്പം ഓൾറെഡി എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു ഇമേജ്, ഇപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഇമേജ്, ഒരു ചേട്ടൻ കാട്ടിക്കൂടെ നടന്നു പോകുന്നു. പെട്ടെന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു കടുവേനെ കാണും. നിങ്ങളാണ് ഈ ഒരു സ്ഥാനത്ത്
എങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും പറയാനില്ല, നമ്മളെല്ലാം ബോധം കെട്ട് വീഴും. വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം കടുവ പെട്ടെന്ന് വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ ബോധം കെട്ട് വീഴും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെ? എല്ലാവരും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ആക്സിഡന്റൽ ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ തന്നെ കുറെ ചേഞ്ചസ് ഒക്കെ വരും, അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പേപ്പർ കിട്ടുന്നു. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. നമുക്ക് ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ പേപ്പർ കിട്ടാനായിട്ട് ടീച്ചർ ഇങ്ങനെ വരികയാണ് ക്ലാസ്സിലോട്ട്. ക്ലാസ്സിൽ വരുമ്പം ടീച്ചറുടെ കയ്യിൽ പേപ്പർ ഉണ്ട്. പേപ്പർ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ബ്രീത്തിങ് റേറ്റ് ഒക്കെ കൂടാൻ തുടങ്ങും, ഹാർട്ട് ബീറ്റ് ഒക്കെ അങ്ങ് കൂടാൻ തുടങ്ങും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരും, അല്ലെ? പലതരത്തിലുള്ള ചേഞ്ചസ് ബോഡിയിൽ വരും. അപ്പം ഇതും നമ്മളുടെ ബോഡി കാണിക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോട് നമ്മളുടെ ബോഡി കാണിക്കുന്ന ഒരു റെസ്പോൺസ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാറ്റങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ ആവുന്നത് എന്തായിരിക്കും? അതിനും കാരണമാവുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം തന്നെയാണ്. അത് ശരിക്കും ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ അതിനു മുമ്പായിട്ട് നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ട്രെസ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മുന്നേ കണ്ട ആ ഒരു ഇമേജ് തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ. നമ്മൾ പെട്ടെന്ന്, അപ്പൊ ഓക്കെ കടുവയൊന്നും വേണ്ട, നമ്മൾ പെട്ടെന്ന് വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു പട്ടീനെ വഴി വെച്ച് കാണുന്നു. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരുന്നത്? ഒന്നാമത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ അങ്ങ് കൂടും, അല്ലെ? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ പതിയെ പതിയെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? നല്ല ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഹാർട്ട് ബീറ്റ്, നല്ല ഹാർട്ട് ഇടിക്കുന്നത് നല്ല ഫാസ്റ്റ് ആയിട്ടായിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? നമ്മുടെ ബോഡി ഒക്കെ പയ്യെ വിറയ്ക്കാൻ തുടങ്ങും. കാരണം എന്താണ്? അവിടെ പേടി എന്ന് പറയുന്നൊരു സംഭവം അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബോഡി ഒക്കെ പയ്യെ ഷിവർ ചെയ്യാൻ തുടങ്ങും. അതുപോലെ നമ്മളുടെ ബ്രീത്തിങ് റേറ്റ് എന്ത് ചെയ്യും? കൂടും, അല്ലെ? നമ്മളുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത് അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ പെട്ടെന്ന് ശ്വാസം എടുക്കാനും നമ്മൾ ഇൻഹേൽ ചെയ്യാനും എക്സ്ഹേൽ ചെയ്യാനും ഒക്കെ തുടങ്ങും. അതുപോലെ നമ്മളുടെ സലൈവ, ഇപ്പൊ നമ്മുടെ മൗത്തിൽ എന്തുണ്ട്? സലൈവയുണ്ട്. അപ്പൊ ഈ സലൈവയുടെ സെക്രീഷനും പതിയെ കുറയും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ ടെൻഷന്റെ സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാനാണോ പോകുന്നതെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെ? അപ്പം ഈ പറഞ്ഞ സലൈവയുടെ സെക്രീഷനും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും നമ്മളുടെ ബോഡിയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഏത് നെർവസ് സിസ്റ്റം, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നെർവസ് സിസ്റ്റം ആണ് ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിനെ ഒക്കെ എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു പാർട്ട് ആയിട്ടുള്ള ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ് ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിലുള്ള റെസ്പോൺസിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പലതരത്തിലുള്ള ചേഞ്ചസിനും കാരണമാകുന്നത്. അതായത് നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ് ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. പെരിഫറൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ കോൺഷ്യസ് ലെവലിന് അപ്പുറത്തേക്ക് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആയിരിക്കും. അപ്പം നമ്മളിപ്പോ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ കോൺഷ്യസ് ആയിട്ടായിരിക്കത്തില്ല നമ്മുടെ ബോഡിയിൽ ഒരു റെസ്പോൺസ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കോൺഷ്യസ് ലെവലിന് അപ്പുറം നടക്കുന്ന ചില ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നത് നമ്മളുടെ ഈ പറയുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആയിരിക്കും. ഇനി എന്തൊക്കെ ചേർന്നതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും കൂടി ചേർന്നതാണ് നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് ലെവലിന് മുകളിലായി നടക്കുന്ന ചില ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്.
അതുപോലെ തന്നെ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഈ ഒരു റെപ്രസെന്റേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിയുമ്പം നമ്മളുടെ ബോഡിയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടില് ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അതെങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുറെ റെസ്പോൺസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറെ ചേഞ്ചസുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചേഞ്ചസുകളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, സിമ്പത്തറ്റിക് സിസ്റ്റം ആയിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മൾ ഒരു വഴിയിൽ വെച്ച് നമ്മൾ ഒരു പട്ടിയെ കാണുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത്? അപ്പം നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഓരോരോ പാർട്ടുകളിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് നമ്മളുടെ പ്യൂപ്പിൾ, അതായത് നമ്മളുടെ കണ്ണില് നമുക്ക് പ്യൂപ്പിൾ ഉണ്ട് അല്ലെ. ഈ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും, അതായത് നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരും അല്ലെ. നമ്മളൊരു പെട്ടെന്നൊരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ കണ്ണൊക്കെ എന്ത് ചെയ്യും, ഡൈലേറ്റ് ചെയ്യും. അതായത് നമ്മുടെ പ്യൂപ്പിളിന് എന്ത് സംഭവിക്കും, ഒരു ഡൈലേഷൻ ഉണ്ടാവും അല്ലെ, ഡൈലേറ്റ് ചെയ്യും. ഇതാണ് ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഡൈലേറ്റ് ചെയ്യും. ഇനി രണ്ടാമത് കാണിക്കുന്നത് നമ്മളുടെ സലൈവറി ഗ്ലാൻഡ് ആണ്. ഓക്കെ, നമ്മളുടെ സലൈവറി ഗ്ലാൻഡ്. അപ്പൊ സലൈവറി ഗ്ലാൻഡിൽ നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ സലൈവറി ഗ്ലാൻഡ് ഒരു സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെക്രീഷൻ ആണ് എന്നു പറയുന്നത് സലൈവ എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ സലൈവ എന്ത് സെക്രീഷൻ കുറയ്ക്കും, നമ്മുടെ സലൈവയുടെ സെക്രീഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിക്രീസ് ചെയ്യും. അതാണ് സലൈവ അല്ലെങ്കിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡിൽ വരുന്ന മാറ്റം. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ സലൈവറി ഗ്ലാൻഡ് സലൈവ സെക്രീറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യും, കുറയ്ക്കും. ഇനി നെക്സ്റ്റ് ആണ് നമ്മളുടെ ലങ്സ്. ലങ്സിൽ നമ്മളുടെ ട്രക്കിയ ഉണ്ട് അല്ലെ, ട്രക്കിയ. ഈ ട്രക്കിയക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രീത്തിങ്ങിന്റെ റേറ്റ് എന്ത് ചെയ്യും, ഭയങ്കര കൂടുതലായിരിക്കും. നമുക്കൊരു എളുപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതും എക്സ്പയർ ചെയ്യുന്നതും എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്, നമ്മളുടെ ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനിയും നെക്സ്റ്റ് ഹാർട്ട്. എന്തായിരിക്കും ഹാർട്ടിൽ നടക്കുന്നത്, നമ്മുടെ ഹാർട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി. അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നടക്കുമ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യിപ്പിക്കും. നെക്സ്റ്റ് ഈ ഒരു ഓർഗൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഇതാണ് നമ്മുടെ ലിവർ അല്ലെ. ലിവറിൽ എന്താ സംഭവിക്കുന്നത്, എന്തായിരിക്കും ലിവറിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളുടെ ലിവറിലാണ്. അപ്പം ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മളുടെ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി കൺവേർട്ട് ചെയ്യും, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ. നെക്സ്റ്റ് നടക്കുന്നത് നമ്മളുടെ സ്റ്റൊമക്കില്. എന്തായിരിക്കും സ്റ്റൊമക്കിൽ നടക്കുന്നത്, സ്റ്റൊമക്കിലും എന്തായിരിക്കും, ഡൈജഷൻ പ്രോസസ്സുകൾ വളരെ കുറവായിട്ടായിരിക്കും നടക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതായത് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ സ്ലോ ഡൗൺ ചെയ്യും. ഇനി നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഈ പറയുന്ന സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ്. കാരണം നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും ടിപ്പ് റീജിയണിലായിട്ട് ഒരു ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട്. ആ ഗ്ലാൻഡിന്റെ പേരാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് സംഭവിക്കും, ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ് ഹോർമോൺസിന്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതായത് ഈ അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ചില ഹോർമോൺസുകളുണ്ട്. ആ ഹോർമോൺസിന്റെ എമൗണ്ട് അവിടെ ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ കൂടും. ഏതില്, നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ. ഇനി അതുപോലെ ഇൻഡസ്റ്റൈനിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഡസ്റ്റൈനിൽ എന്ത് സംഭവിക്കും, നമ്മുടെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫുഡിന്റെ ആ ഒരു മൂവ്മെന്റ് അവിടെ എന്ത് ചെയ്യും, കുറയും. അതായത് പെരിസ്റ്റാൾസിസ് അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇനി
അടുത്തത് ഏതാ ഒരു പോർഷൻ? യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ് റീഗെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം കാരണം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡർ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നത് ഈ ഒരു സിമ്പത്തറ്റിക് സിസ്റ്റം വഴി അതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഓരോ പാർട്ടിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നതെന്നും എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തരത്തിലൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ബോഡി ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ഒരു വഴി വെച്ച് നമ്മൾ പട്ടിയെ കണ്ട സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പം പട്ടി ഒന്നും ചെയ്യുന്നില്ല, കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു, പട്ടി അങ്ങ് പാസ് ചെയ്തു പോയി. കുറച്ചു നേരം നമ്മളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അത് അതിന്റെ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തും, അല്ലെ? അല്ലെങ്കിൽ അതിനെ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു നോർമൽ കണ്ടീഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആ ഒരു നോർമൽ ബോഡി സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ബോഡീനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആയിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ ജസ്റ്റ് ഇപ്പം നടന്ന എല്ലാ കാര്യങ്ങളുടെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. അതായത് നോർമലി ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇപ്പൊ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളുടെയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മുടെ ബോഡി നോർമൽ ആവണമെങ്കിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ പ്യൂപ്പിള് കൺട്രാക്ട് ചെയ്ത് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും. സലൈവയുടെ സെക്രീഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ ട്രക്കിയ എന്ന് പറയുന്നത് കൺട്രാക്ട് ചെയ്യും. ഹാർട്ട് ബീറ്റ് എന്ത് സംഭവിക്കും? നോർമൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് അവിടെ ഉണ്ടാവും. അതുപോലെ ലിവറിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഗ്ലൂക്കോസ് വീണ്ടും ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ സ്റ്റൊമക്കിൽ എന്തായിരിക്കും? സ്റ്റൊമക്കിൽ നോർമൽ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നടക്കും. സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ഒക്കെ എന്ത് സംഭവിക്കും? നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അത് തിരിച്ചു വരും. അതുപോലെ നമ്മളുടെ യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ സംഭവിക്കുന്നത്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നമ്മളുടെ ബോഡീനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ചേഞ്ചസ് ആയിരിക്കും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ പഠിക്കാൻ നേരത്തെ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം, അതായത് ഏതെങ്കിലും ഒന്നെങ്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തു വെക്കുക. എന്നിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പാരാസിമ്പത്തറ്റിക്കിൽ എഴുതുക. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സിമ്പത്തറ്റിക് സിസ്റ്റത്തെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന റെസ്പോൺസസിനെ കുറിച്ച് മാത്രം എന്ത് ചെയ്യുക? പഠിച്ചിട്ട് ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് മാത്രം എന്ത് ചെയ്യുക? പരീക്ഷയിൽ എഴുതിയാൽ മതിയാവും. പാരാസിമ്പത്തറ്റിക്കിന്റെ കേസിൽ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾ പ്രിഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഈ ഒരു പോർഷൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഇമേജ് ആണിത്. അതായത് നമ്മളുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിലും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലും എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അതായത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഫെമിലിയർ ആവുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇമേജ് കാണിക്കുമ്പോഴാണ്. അതിനാണ് ഞാൻ ഈ ഒരു ഇമേജ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോ ഇത്രയാണ് നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഏകദേശം നമ്മുടെ ബോഡിയിലെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് എങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡീനെ അത് എന്ത് ചെയ്യും? ബോഡിയുടെ ആക്ടിവിറ്റീസിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പോ ഈ ഒരു സെഷനിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരത്തിലുള്ള നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസോർഡർ വരുന്നത്, എങ്ങനെയാണ് ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഒരു 2-3 എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അൽഷിമേഴ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ മലയാളത്തിൽ ഇതിന്റെ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപസ്മാരം, അതുപോലെ അൽഷിമേഴ്സ്, ഇങ്ങനെയുള്ള പല പല ഡിസോർഡേഴ്സും നമ്മുടെ നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് ആണ്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എന്താണ് ഡിഫക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ സിലബസിൽ മെയിൻലി 3 ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. അപ്പം അതിലെ ഒന്നാമത്തേതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അൽഷിമേഴ്സ്. അപ്പം അൽഷിമേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടില് വെല്ലിപ്പച്ചന്മാരോ വെല്ലിമ്മച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ, അവരൊരു 60-70 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചിലർക്കെങ്കിലും ഓർമ്മക്കുറവുണ്ടായിരിക്കും അല്ലെ. ചിലപ്പം നമ്മളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മുടെ വെല്ലിപ്പച്ചനും വെല്ലിമ്മച്ചിയോടും ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവര് പറയും, ഇല്ല ഞാൻ ഇന്ന് ആഹാരമേ കഴിച്ചിട്ടില്ല, ഞാൻ ഒരാഴ്ചയായി ഫുഡ് കഴിച്ചിട്ട് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും അവർ അതിന് തൊട്ട് മുമ്പായിരിക്കും ഫുഡ് കഴിച്ചേക്കുന്നത്. ഒരിക്കലും അവർ നമ്മളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഫുഡ് കഴിച്ചില്ല എന്ന് പറയുന്നത്. അവർക്കത് ഓർമ്മയില്ല അല്ലെ. അവർക്കത് ഓർമ്മയില്ല, ഞാൻ ഫുഡ് കഴിച്ചോ ഇല്ലയോ. അല്ലെങ്കിൽ എന്താണ്, ഓരോരുത്തരും വന്ന് എന്നെ അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവര് പറയും, ഇല്ല ഓർമ്മ കിട്ടുന്നില്ല. ശരിക്കും ആ ഒരു കണ്ടീഷൻ, അതായത് നമുക്ക് നമ്മളുടെ ബന്ധുക്കളെ, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ, ഇതിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അൽഷിമേഴ്സ്. അപ്പോ നമ്മുടെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ആയിക്കോട്ടെ, ക്ലോസ് റിലേറ്റീവ്സിനെ ആയിക്കോട്ടെ, അങ്ങനെ ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പ്രീവിയസ്ലി നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടന്നു പോയ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരും. ഇതൊക്കെയാണ് ഈ പറയുന്ന അൽഷിമേഴ്സിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻലി നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒന്നും എന്ത് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് ഈ പറയുന്ന അൽഷിമേഴ്സിന്റെ ഒരു എന്താണ് സിംറ്റം ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ഉണ്ടാവുന്നത്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അൽഷിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസോർഡർ അവിടെ വരുന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും ഈ അൽഷിമേഴ്സ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് തരത്തിലുള്ള എന്തുണ്ട്, പ്രോട്ടീൻസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസൊല്യൂബിൾ പ്രോട്ടീൻസുകൾ എന്ത് സംഭവിക്കും, ഈ ഇൻസൊല്യൂബിൾ പ്രോട്ടീൻസ് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, അൽഷിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസോർഡർ അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ അൽഷിമേഴ്സിന്റെ മെയിൻ റീസൺ എന്താണ്? ഇത്തരത്തിലുള്ള ഇൻസൊല്യൂബിൾ പ്രോട്ടീൻസ് വന്നിട്ട് നമ്മളുടെ ബ്രെയിനിലുള്ള നെർവ്സിലേക്ക് എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കുമാണ് എന്ത് സംഭവിക്കുന്നത്, അൽഷിമേഴ്സ് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇൻസൊല്യൂബിൾ പ്രോട്ടീൻസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ന്യൂറൽ ടിഷ്യൂസ് എന്ത് സംഭവിക്കും, ഡാമേജ്ഡ് ആയി പോകും. ഇങ്ങനെ ഡാമേജ്ഡ് ആകുന്നത് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്, അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത്. ഒന്നാമത്തേത് എന്താണ്, ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മളുടെ ന്യൂറൽ ടിഷ്യൂസിൽ വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ന്യൂറോൺസ് ഡിസ്ട്രോയിഡ് ആവും. ഇങ്ങനെ ഡിസ്ട്രോയിഡ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, മെമ്മറി ലോസ് ഉണ്ടാവും. അതുപോലെ നമ്മളുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ നമ്മുടെ റൂട്ടീൻ വർക്കുകൾ, അതായത് ഇപ്പം ഫുഡ് കഴിക്കുന്ന ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, ഇതിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്തോ. ചിലപ്പം നമ്മൾ ഒരു പ്രാവശ്യം പല്ല് തേച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പോയി പല്ല് തേക്കുന്നൊക്കെ കാണാം. അതൊക്കെ എന്തിന്റെ കാര്യം കൊണ്ടാണ്, നമ്മളുടെ ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് അവരിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഏതെങ്കിലും അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അവരോട് പറയരുത്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നിൽക്കരുത്. കാരണം ഇതെന്താണ്, ഒരു കണ്ടീഷനാണ്. അതിപ്പോ നമ്മള്
മുമ്പോട്ടേക്ക് പോയി പ്രായം ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം നമുക്കും അത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള അസുഖമുള്ളവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും പഴിക്കാൻ പാടില്ല. അപ്പൊ ഇന്ന് നീ നാളെ ഞാൻ എന്നാണല്ലോ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോ നെക്സ്റ്റ് ഉള്ള ഒരു ഡിസീസ് ആണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുമ്പം വിറവാദം, മലയാളത്തിൽ നമ്മൾ പറയുമ്പം വിറവാദം അല്ലെങ്കിൽ ഞരമ്പ് രോഗം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവോ അവനൊരു ഞരമ്പ് രോഗം പിടിച്ചവനാ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എന്താണ് ഈ പാർക്കിൻസൺസ് രോഗം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസോർഡർ എന്താണ് എന്നാണ് അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ആ ഒരു നെയിം മലയാളത്തിലുള്ള ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, വിറവാദം. നമ്മളുടെ ബോഡി ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവരില് എന്തായിരിക്കും, കൈയും കാലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ എപ്പോഴും ഷിവർ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മളുടെ പാർക്കിൻസൺസ് ഡിസീസസിന്റെ എന്താണ്, ഡിസോർഡറിന്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള ചില ബോഡി മൂവ്മെന്റ്സ് ആയിരിക്കും. പിന്നെ നമ്മളുടെ ആ ഒരു നമ്മുടെ മൗത്തിൽ ഒരുപാട് സലൈവ, ഒരുപാട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് സലൈവയുടെ സെക്രീഷൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈ പറയുന്ന പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോസ്, ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ ബ്രെയിനില് പലതരത്തിലുള്ള ഗാംഗ്ലിയോൺസുകൾ ഉണ്ട് അല്ലെ. ഈ ഗാംഗ്ലിയോൺസുകൾ ഡിസ്ട്രക്റ്റഡ് ആവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവര് നശിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ പാർക്കിൻസൺസ് ഡിസോർഡർ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബോഡിയിൽ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഡോപ്പാമിൻ എന്ന് പറയുന്നത്. ഈ ഡോപ്പാമിന് എന്ത് ചെയ്യും, ഡോപ്പാമിന്റെ എമൗണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യും, കുറയുന്നത് കൊണ്ടുമാണ് ഈ പറയുന്ന പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ഗാംഗ്ലിയോൺസുകളിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. അവർക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. അതുകൂടാതെ നമ്മളുടെ ബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പാമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഡോപ്പാമൈന്റെ എമൗണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ബോഡിയുടെ ബാലൻസ്, അല്ലെങ്കിൽ നമുക്ക് ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ നമ്മളുടെ ഇറഗുലർ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും നമ്മുടെ ബോഡി മസിൽസിലൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ എന്താണ്, ഷിവറിങ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കാനും നമ്മുടെ ബോഡി വിറച്ച് പോകുന്നത്. ഇപ്പൊ പ്രായമൊക്കെ ആവുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ കാലും കൈയും അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ ബാലൻസ് എന്ന് പറയുന്നത് അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സിംറ്റം ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ലക്ഷണമാണ്, നമ്മുടെ പാർക്കിൻസൺസ് ഡിസോർഡറിന്റെ ലക്ഷണമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു ഡിസോർഡർ ആണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. എപ്പിലെപ്സി എന്ന് പറയുന്നത് ആണ് അപസ്മാരം എന്ന് പറയുന്നത്. നിങ്ങൾ മലയാളത്തിൽ ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവും, അപസ്മാരം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ. ഈ അപസ്മാരം എന്ന് പറയുന്നത് നമുക്കറിയാം, അപസ്മാരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം എന്താണ്, നമുക്ക് ഒരു പെട്ടെന്ന് ആ ഒരു അപസ്മാരമുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, അവരുടെ ബോഡിയുടെ ആ ഒരു ഇക്വിലിബ്രിയം ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ പെട്ടെന്ന് ബോധം കെട്ട് വീഴും. ഇങ്ങനെ ബോധം കെട്ട് വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ വായിൽ നിന്നൊക്കെ എന്തൊക്കെ വരും, നുരയും പതയൊക്കെ വരാനായിട്ട് തുടങ്ങും. അതുപോലെ അവരുടെ മസിൽ അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എന്താണ്, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ എന്താണ്, ഇങ്ങനെയുള്ള ചില സിംറ്റംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ചില ഈ അപസ്മാരമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, അപ്പോ ഇനി ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ രാജാറാണി, ഒരു തമിഴ് ഫിലിം ഉണ്ട്, നമ്മുടെ നയൻതാര അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു സിനിമയില് നയൻതാരയും ആര്യയും കൂടി ബെഡ്റൂമിൽ ഇരുന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പം നയൻതാര പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് താഴേക്ക് വീണിട്ട് പെട്ടെന്ന് എന്ത് സംഭവിക്കും, വായിൽ നിന്ന് ഇങ്ങനെ നുരയും പതയൊക്കെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ആ ഒരു കണ്ടീഷനാണ് ശരിക്കും എപ്പിലെപ്സി എന്ന് പറയുന്നത്. ആ സമയത്ത് ആ ഒരു കണ്ടീഷനിലുള്ള ആൾക്ക് ഭയങ്കര ബലമായിരിക്കും. അപ്പൊ അവര് എന്താണ്, ഭയങ്കരമായിട്ടുള്ള അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മസ്കുലർ ആക്ടിവിറ്റീസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവർ അൺകോൺഷ്യസും ആയിരിക്കും. ആ സമയത്ത് അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് അറിയത്തും ഉണ്ടായിരിക്കത്തില്ല. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ
നമ്മുടെ ബ്രെയിനിലൂടെ ഒരുപാട് തരത്തിലുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ചാർജസ്, ഇപ്പം നേരത്തെ ഞാൻ ഇമ്പൾസസ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഇമ്പൾസസ് ഒക്കെ ഇലക്ട്രിക് ചാർജസിന്റെ ഫോമിലാണ് നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ന്യൂറോൺസിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ എത്തുന്നത് ഇലക്ട്രിക് ചാർജസിന്റെ രൂപത്തിലാണ്. അപ്പൊ ഈ പറയുന്ന ഇലക്ട്രിക് ചാർജസിന്റെ ഭയങ്കര ഇറഗുലർ ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ കാരണമാണ് ഇത്തരത്തില് എപ്പിലെപ്സി എന്ന് പറയുന്ന ആ ഒരു ഡിസോർഡർ ഉണ്ടാകുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസിന്റെ ആ ഒരു ഫ്ലോ, ബ്രെയിനിലൂടെയുള്ള ആ ഒരു ഫ്ലോ കാരണമാണ് എപ്പിലെപ്സി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ മേജർ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യും, അൺകോൺഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ എന്താണ്, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് നുരയും പതയും വരിക, അതുപോലെ തന്നെ നമ്മളുടെ കയ്യ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും രീതിയിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കിയെങ്കിൽ പോലും ചിലപ്പോൾ അവരൊക്കെ അറ്റാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ മാന്തി പറിക്കാനും അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം അവരൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലെവലിലായിരിക്കും അവരുടെ ബോഡി അപ്പം ഉള്ളത്. അപ്പൊ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസിന്റെ ആ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു ഫ്ലോ കാരണമാണ് എപ്പിലെപ്സി എന്ന് പറയുന്ന ആ ഒരു ഡിസോർഡർ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, അതിന്റെ മേജർ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മസ്കുലാർ കൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദി മൗത്ത്, അതായത് നമ്മളുടെ വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരുന്ന ആ ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ ക്ലെൻജിങ് ഓഫ് ദ ടീത്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് ആ ഒരു കണ്ടീഷനിലായിരിക്കും നമ്മൾ ആ ഒരു കണ്ടീഷൻ എപ്പിലെപ്സി ഉള്ള ആൾക്കാരിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് ആൾക്കാര്, ആ ഒരു എപ്പിലെപ്സി ഉള്ള ആള് അൺകോൺഷ്യസും ആയിരിക്കും. അപ്പൊ ഇത്രയും ആണ് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ മെയിൻ ആയിട്ടും വരുന്നത്. അപ്പോ ഇനി ഈ ഒരു നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ, അതായത് നമുക്കറിയാം, നമുക്ക് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവും, ആർക്ക് വേണമെങ്കിലും അത് ഉണ്ടാവാം. കാരണം ഇതിപ്പം ഇന്ന ആൾക്ക് മാത്രമേ ഉണ്ടാകൂ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോ ഇത്തരത്തില് ഒരു കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നമ്മുടെ ഫുഡിൽ തന്നെ കുറെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കുറെയൊക്കെ ഡിസീസസിനെ അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും വിറ്റാമിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡുകളും അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് നമ്മളുടെ ലൈഫിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെ നമ്മളുടെ ലൈഫിനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട്, അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. എന്താണ് സ്പൈനൽ കോഡ് എന്ന് നമ്മൾ പഠിച്ചു, സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, സ്പൈനൽ കോഡ് എന്താണ് മേജർ ആയിട്ടുള്ള സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ എന്ന് പഠിച്ചു. അതായിരുന്നു ആദ്യം നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ, അതുപോലെ തന്നെ ആ റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു റെസ്പോൺസ് ക്രിയേറ്റഡ് ആവുന്നത് എന്ന് പഠിച്ചു. ആ ഒരു പാത്വേക്ക് പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എന്താണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, അതുപോലെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ട് ഏതൊക്കെയാണ്, ആ പാർട്ട് എന്തൊക്കെയാണ് നമ്മളുടെ ബോഡീനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ്, അതായത് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന പല പല കാരണങ്ങൾ കൊണ്ട് നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Manorama Horizon, learning made simple.